സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാണ് രേണു സുധി. ഭർത്താവ് നടൻ കൊല്ലം സുധിയുടെ ആരാധകരുൾപ്പെടെ രേണുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞതും വിവാദത്തിലായി. എനിക്കും കിച്ചുവിനും എൻ്റെ വീട്ടുകാരിൽ കുറച്ചു പേർക്കും മാത്രം മനസ്സിലാകുന്ന മണമാണത്. അത് ദേഹത്തടിച്ചാൽ നിങ്ങളോടും. വല്ലാത്ത ഗന്ധമാണെന്നായിരുന്നു രേണു സുധി പറഞ്ഞത്. കൊല്ലം സുധിയെ രേണു മറന്നു എന്ന തരത്തിൽ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് യൂട്യൂബർ സായ് കൃഷ്ണ. പെർഫ്യൂം ദേഹത്ത് ഉപയോഗിക്കാനുള്ളതല്ലെന്നും പെർഫ്യൂം സമ്മാനിച്ച ലക്ഷ്മി നക്ഷത്ര നേരത്തെ പറഞ്ഞതാണെന്ന് സായ് കൃഷ്ണ ചൂണ്ടിക്കാട്ടി. പെർഫ്യൂമുമായി ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അന്നേ പറഞ്ഞ കാര്യമാണ്. പണ്ട് രേണുവിനോട് വലിയ സിമ്പതി ജനങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് അവർ പറയുന്നത് ഓഡിറ്റ് ചെയ്യില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വലിയ ഹേറ്റാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹേറ്റിൻ്റെ എക്സ്ട്രീമിലാണിപ്പോൾ. അന്നും ഇന്നും രേണു പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. പെർഫ്യൂമിനെ കുറിച്ച് ലക്ഷ്മി നക്ഷത്ര നേരത്തെ പറഞ്ഞതും സായ് കൃഷ്ണ തൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരിക്കലും സുഗന്ധമല്ല. നടന്നു പോകുമ്പോൾ ഏത് പെർഫ്യൂമാണ് അവർ അടിച്ചതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സുഗന്ധമല്ല ഇത്. അന്ന് യൂസഫ് ഭായ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. വസ്ത്രം കുറച്ചുനാൾ എടുത്തു വെച്ചതിനാൽ പൂപ്പലിൻ്റെ സ്മെല്ലുണ്ട്, രക്തത്തിൻ്റെ സ്മെല്ലുണ്ട്, വിയർപ്പിൻ്റെയും മണമുണ്ട്. സുധിച്ചേട്ടൻ കഴിക്കുമോ എന്നോട് യൂസിഫിക്ക ചോദിച്ചിരുന്നു. വലിക്കാറുണ്ടായിരുന്നു. ആ മണങ്ങളെല്ലാം ചേർന്നതാണ്. പക്ഷേ സുധിച്ചേട്ടൻ്റെ മണം ഇതാണെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു. എന്നാൽ ഇന്ന് രേണുവിനോടുള്ള വിരോധം കാരണം എന്ത് പറഞ്ഞിട്ടും ആളുകൾ മനസ്സിലാക്കുന്നില്ലെന്നാണ് സായ് കൃഷ്ണ പറയുന്നത്. മീഡിയകളുടെ ചോദ്യങ്ങളെയും സായ് കൃഷ്ണ വിമർശിക്കുന്നുണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യസ്മ സീരീസിൽ അഭിനയിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മീഡിയ അവരെ ഭയങ്കരമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവരതിന് നിന്നു കൊടുക്കുന്നുമുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ അവർ വിളിച്ചു വരുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്നും സായ് കൃഷ്ണ പറയുന്നു. കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അഭിമുഖം നൽകിയിരുന്നു. അഭിമുഖത്തിൽ ആങ്കർ കിച്ചുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ മോശമാണെന്നും സായ് കൃഷ്ണ പറഞ്ഞു. ഒരു മകനോട് അമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിലൊരു മാന്യതയും ഉളുപ്പും വേണം. അതൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചോദിച്ചതെന്നും സായ് കൃഷ്ണ തുറന്നടിച്ചു. ആ ചെക്കൻ ചെറിയ പ്രായവും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും ആയതുകൊണ്ടാണ് ഇറങ്ങിപ്പോടെ എന്ന് പറയാത്തത്. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പോയി ചോദിച്ചതെങ്കിൽ ക്യാമറയും ലൈറ്റുമെല്ലാം എടുത്തെറിഞ്ഞ് തലയിലടിച്ച് പൊട്ടിച്ചവൻ ഇറക്കിവിടും. അത്രയും മോശമായ കാര്യങ്ങളാണ് ആങ്കർ ചോദിച്ചതെന്നും സായ് കൃഷ്ണ തുറന്നടിച്ചു. അഭിമുഖത്തിനിടെ രേണുവിൻ്റെ റീലുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിച്ചു ചിരിക്കുന്നുണ്ട്. ഇത് തെറ്റായി ഓൺലൈൻ മീഡിയ വ്യാഖ്യാനിക്കും. ആ അമ്മയും മകനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഈ സംഭവം കാരണം അവർ തമ്മിൽ ഈഗോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സായ് കൃഷ്ണ പറയുന്നത്.